നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ നാളുകളിലായിട്ട് സ്ത്രീകൾ കുഞ്ഞുങ്ങളോടൊപ്പം ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. കാരണങ്ങളിലേക്ക് തിരക്കി ചെന്നാൽ സ്ത്രീകൾക്ക് ഒരു ഭവനത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പല പീഡനങ്ങളുടെയും ഫലമായിട്ടാണ് ഈ ആത്മഹത്യ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം സ്ത്രീകൾ അവരുടെ കുഞ്ഞുങ്ങളെ എത്ര താലോലിച്ചാണ് വളർത്തിക്കൊണ്ടുവരിക. ഈ കുഞ്ഞുങ്ങളോടൊപ്പം ആത്മഹത്യ ചെയ്യാനുള്ളൊരു മാനസിക അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടുകാരോ മറ്റു മാനസിക സമ്മർദ്ദങ്ങളോ ആയിരിക്കും. അതിന് മറ്റൊരു തർക്കവുമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗം ആ സ്ത്രീയെ ആക്രമിച്ചിട്ടുണ്ടാവണം. ഈ രോഗം വന്നാൽ തന്നെ അത് മനസ്സിലാക്കി അതിന് ചികിത്സ കൊടുക്കേണ്ടതും കൂടെ ജീവിക്കുന്ന ജീവിത പങ്കാളി തന്നെയാണ്. ജീവിത പങ്കാളിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ അല്ലേ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെയും സ്ത്രീകളുടെ ആത്മഹത്യകൾ, മക്കളോടൊപ്പമുള്ള അമ്മമാരുടെ ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ഷൈനിയും കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തു. അത് മനസ്സിൽ നൊമ്പരമായിട്ട് നിലനിൽക്കുന്നു. സമാനമായി തന്നെ ഷൈനിയെപ്പോലെ അഡ്വക്കേറ്റ് ജിസ്മോൾ, അഡ്വക്കേറ്റിൻ്റെ മാനസിക അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അത്രമാത്രം ബോൾഡായിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കണം ഒരു അഡ്വക്കേറ്റായിട്ട് ഹൈക്കോടതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ജിസ്മോൾ. ജിസ്മോൾക്ക് തൻ്റെ കുടുംബത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വരിക എന്ന് പറഞ്ഞാൽ, അല്ലെ തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം പോയി ആത്മഹത്യ ചെയ്യാനുള്ള മാനസികാവസ്ഥ എത്തിച്ചേരണമെങ്കിൽ സ്ത്രീകളൊക്കെ എത്ര ദുർബലരാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മളൊക്കെ സ്ത്രീകളായ മനുഷ്യരൊക്കെ പഠിക്കേണ്ട പാഠം, എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഒറ്റയ്ക്ക് നടക്കാനായിട്ട് ശീലിക്കുക. പ്രശ്നങ്ങൾ അതിജീവിക്കുന്നതിന് സ്ത്രീകൾ ഒറ്റയ്ക്കായിരിക്കണം. ഞാൻ നേരിടേണ്ടത് ഞാൻ തന്നെ നേരിട്ടേ മതിയാവുകയുള്ളൂ. എൻ്റെ പ്രശ്നം എൻ്റേത് തന്നെയാണ്, എൻ്റെ കുടുംബം എൻ്റേത് മാത്രമാണെന്നുള്ള ചിന്തയിലേക്ക് സ്ത്രീകൾ അവരുടെ മൈൻഡ് സെറ്റ് മാറ്റേണ്ടിയിരിക്കുന്നു. ഭർത്താവിൻ്റെ സഹായമോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ സഹായമോ മറ്റു കൂട്ടുകാരുടെ സഹായമോ ഒന്നും തേടാതെ മുൻപോട്ട് ജീവിക്കാനായിട്ട് സ്ത്രീകൾ പഠിക്കണം. സ്ത്രീകളുടെ ഓരോ മാനസിക പിന്തുണയും അവരാഗ്രഹിക്കുന്നത് വളരെ കൂടുതലാണ്. സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് മനസ്സിൽ ഭർത്താവിൻ്റെ പിന്തുണയുണ്ടാവും. സാമ്പത്തിക മേഖലകളിലും മറ്റ് വൈകാരിക തലങ്ങളിലുമൊക്കെ പുരുഷന്മാരുടെ പിന്തുണ ഏറെ ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ. പക്ഷേ ഇന്നത്തെ കാലത്ത് വളരെയധികം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലോകം മാറിയിരിക്കുന്നു, കുടുംബ ബന്ധങ്ങൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും സ്ത്രീ വളരെയധികം മനസ്സിനെ പഠിപ്പിക്കേണ്ട പാഠങ്ങളാണ്. തനിയെ നടക്കാൻ ശീലിക്കുക. തന്നോടൊപ്പം ഈ ഭൂമിയിലേക്ക് വന്ന തൻ്റെ കുഞ്ഞുങ്ങളെയും കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സ്ത്രീക്ക് തന്നെയാണ്. സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായാലും ഈ ബാധ്യതകളെ എങ്ങനെയെങ്കിലും തരണം ചെയ്ത് മുൻപോട്ട് ജീവിക്കേണ്ട ഒരു മാനസിക തലത്തിലേക്ക് എത്തേണ്ടത് സ്ത്രീകൾ തന്നെയാണ്. അതുകൊണ്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളെ അതീവ സുരക്ഷയോടുകൂടി ഭൂമിയിൽ ജീവിക്കാൻ സ്ത്രീകൾ തയ്യാറാവണം. സ്ത്രീകളുടെ മാനസിക അവസ്ഥകളൊക്കെ മാറി വരണം. മറ്റുള്ളവരുടെ പിന്തുണയോടുകൂടി അല്ല ജീവിക്കേണ്ടത്. സ്വന്തമായിട്ട് വളരെയധികം ശക്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കാനാണ് സാഹചര്യങ്ങൾ തനിക്ക് വരുന്നതെങ്കിൽ അങ്ങനെ ജീവിക്കാൻ തയ്യാറാവുക. അതല്ലാത്ത പക്ഷമാണ് ഈ ആത്മഹത്യകൾ പെരുകുന്നത്. അവരുടെ ഓരോ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് തയ്യാറാവുക.